വിവാദ മനുഷ്യാവകാശ സംഘടന NCHRD കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ. തീവ്ര ആശയങ്ങളുള്ള ആളുകൾ സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിഗമനം. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് NCHRD സംഘടനാ പ്രഖ്യാപന സമ്മേളനം മാറ്റിവെച്ചത്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനഘ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശരി, വാർത്തയിലേക്ക് വരാം. മറ്റ് ഒരു റിപ്പോർട്ടിലേക്ക് കൂടി. കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി നാളെ ടീച്ചിങ് ആരംഭിക്കും. നാളെ രാവിലെ 10-ന് ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ എന്നിവർ പങ്കെടുക്കും. 2 ദിവസമായി നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അടക്കം 3000-ഓളം പേരാവും പങ്കെടുക്കുക. 30 സെക്ഷനുകളാവും ഉച്ചകോടിയിൽ ഉണ്ടാവുക. 3 രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല സംഘവും ഉച്ചകോടിയിൽ പങ്കെടുക്കും. വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ, B2B കൂടിക്കാഴ്ചകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തെരഞ്ഞെടുത്ത കമ്പനികളുടെയും പ്രദർശനശാലകൾ, സാംസ്കാരിക സന്ധ്യ, വിനോദ പരിപാടികൾ എന്നിവ ഉച്ചകോടിയുടെ ഭാഗമായി നടക്കും. മന്ത്രി P. രാജീവ് അധ്യക്ഷനാകുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ എന്നിവർ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടനം രാവിലെ കൃത്യം 10 മണിക്കാണ് ആരംഭിക്കുക. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹം സ്പെയിനിലാണ്, അതുകൊണ്ട് വെർച്വലായിട്ടായിരിക്കും അദ്ദേഹം പങ്കെടുക്കുന്നത്. ജർമ്മനി, നോർവ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘവുമായി ആദ്യ ദിവസം B2B കൂടിക്കാഴ്ച നടക്കും. 2-ാം ദിവസം ഫ്രാൻസ്, മലേഷ്യ എന്നിവിടങ്ങളിലെ പ്രതിനിധികളുമായാവും B2B കൂടിക്കാഴ്ചകൾ ഉണ്ടാവുക. പാനൽ ചർച്ചകളിൽ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ വിദേശ പ്രതിനിധികൾ അടക്കമുള്ളവരും പങ്കെടുക്കും. ഉച്ചകോടിയിൽ വിവിധ കമ്പനികളുമായുള്ള നിക്ഷേപ കരാറുകൾ ഒപ്പിടും. ജനം, കൊച്ചി.